വാട്ട് തിങ്സ് ഷുഡ് യു കൺസിഡർ വെൻ യു സെലക്ട് എ ലോട്ട്? നിങ്ങളൊരു ന്യൂ ബിൽറ്റ് ഹോം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഹോം ബൈയിങ് പ്രോസസ്സിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ഒരു ലോട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. എന്നാൽ ഫസ്റ്റ് ടൈം ഹോം വാങ്ങുന്ന പലരും ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ് ലോട്ട് സെലക്ഷൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ കിട്ടുന്ന ഏതെങ്കിലും ഒരു ലോട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. വൈ ലോട്ട് സെലക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് വിശദമായി നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ലോട്ട് സെലക്ഷനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. സീറോ ലോട്ട് എടുക്കണോ അതോ റെഗുലർ ലോട്ടാണോ വേണ്ടത്? വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് സീറോ ലോട്ട്? നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നല്ലത് ഏത് ലോട്ടാണ്? കോർണർ ലോട്ട്, വാക്കൗട്ട് ലോട്ട്, കള്ളിസാക്ക് ലോട്ട് എന്നിങ്ങനെയുള്ള ലോട്ടുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി ലോട്ട്സ് ലൈക്ക് ലോട്ട് ബാക്കിംഗ് ഓൺ ടു പോണ്ട്, ലോട്ട് ബാക്കിംഗ് ഓൺ ടു ഗ്രീൻ സ്പേസ് ഓർ റാവിൻ എന്നിവ എത്രമാത്രമാണ് നിങ്ങളുടെ വീടിൻ്റെ ആംബിയൻസിൽ അല്ലെങ്കിൽ റീസെയിൽ വാല്യൂ കൂട്ടുന്നത്? ഈസ് ഇറ്റ് വർത്ത് സ്പെൻഡിങ് എക്സ്ട്രാ ഫോർ ദീസ്? നിങ്ങളുടെ മനസ്സിലുള്ള കസ്റ്റമൈസേഷൻസ് ചെയ്യണമെങ്കിൽ ഏത് ടൈപ്പ് ലോട്ട് തിരഞ്ഞെടുക്കണം? ഇനി ലോട്ടിൻ്റെ ഓറിയൻറ്റേഷൻ എന്ത് വലിയ വ്യത്യാസങ്ങളാണ് ആ വീട്ടിൽ ഉണ്ടാക്കുക? ഉദാഹരണത്തിന്, വൈ സൗത്ത് ബാക്കിംഗ് ലോട്ട് ഹാസ് മാക്സിമം സൺലൈറ്റ് ത്രൂ ഔട്ട് ദ ഡേ ആൻഡ് മോസ്റ്റ് സൂട്ടബിൾ ഫോർ സോളാർ പാനൽസ്. അതുപോലെ തന്നെ ലോട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്തുമാത്രം അതിൻ്റെ റീസെയിൽ വാല്യൂവിനെ ബാധിക്കും? ഉദാഹരണത്തിന്, വൈ എ 200 ആം ലോട്ട് വിൽ ഹാവ് മോർ റീസെയിൽ വാല്യൂ ഇൻ ഫ്യൂച്ചർ. ലോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ മറ്റ് എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിക്കണം? നിങ്ങളുടെ മനസ്സിനിണങ്ങിയ വീട് പണിയണമെങ്കിൽ വിച്ച് ലോട്ട് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ? ഭാവിയിൽ നാം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില അപ്ഗ്രേഡ്സിന് ഏത് ലോട്ട് തിരഞ്ഞെടുക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം? ഭാവിയിൽ കൂടുതൽ റീസെയിൽ വാല്യൂ കിട്ടാൻ ഏതൊക്കെ ലോട്ടുകളായിരിക്കും കൂടുതൽ പ്രയോജനപ്പെടുന്നത്? എന്നിങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഈ വീഡിയോയിൽ നമ്മൾ വിശദമായി ഉത്തരം കണ്ടെത്തും. അപ്പോൾ മൂവ് ഇൻ ടു അൺബണ്ടൻസ് സീരീസിലെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം റിയൽട്ടർ ജിജോ ജോർജ്. നിങ്ങളൊരു ന്യൂ ബിൽറ്റ് ഹോം വാങ്ങുകയോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും ഞങ്ങളുടെ ചാനലിൽ കാണാൻ സാധിക്കും. അത്തരം കാര്യങ്ങൾ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുന്നതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് ഡീറ്റെയിൽ ആയി കിടക്കാം. ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ഹോം വാങ്ങുന്ന പലരും ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ് ലോട്ട് സെലക്ഷൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തത്. കാരണം ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചേക്കാം, ഒരു ലോട്ട് തിരഞ്ഞെടുക്കുന്നതിൽ ഇത്രയൊക്കെ ആലോചിക്കാനും ചിന്തിക്കാനുമുള്ള കാര്യമുണ്ടോ? നമ്മുടെ ബജറ്റിൽ വരുന്ന ഏതെങ്കിലും ഒരു ലോട്ട് തിരഞ്ഞെടുത്താൽ പോരെ? അതിനുശേഷം നമ്മൾ വീട് പണിയുമ്പോഴല്ലേ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഏത് ബിൽഡർ തിരഞ്ഞെടുക്കണം, ഏത് മോഡൽ വീട് പണിയണം, അതുപോലെ തന്നെ ഏതൊക്കെ കസ്റ്റമൈസേഷൻസ് ആണ് വീടിനകത്ത് വരുത്തേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളല്ലേ കൂടുതൽ പ്രാധാന്യം. ഈ ലോട്ട് തിരഞ്ഞെടുക്കുന്നത് ഇത്ര വലിയൊരു കാര്യമാണോ എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. കാരണം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലോട്ടിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡ്രീം വീട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കസ്റ്റമൈസേഷനിൽ പണിയാൻ സാധിക്കുമെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം ഹോം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പണിയാൻ സാധിക്കില്ല. അതിനു പകരം ലോട്ടിൻ്റെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് അതിനനുസരിച്ച് മാറ്റേണ്ടി വരും. ഇത് മനസ്സിലാക്കാൻ ചെറിയൊരു ഉദാഹരണം നോക്കാം. ഒരുപക്ഷെ നിങ്ങൾ വീട്ടിൽ ധാരാളം വെളിച്ചമൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷേ നിങ്ങൾ ബിൽഡറുടെ അടുത്ത് ലോട്ട് തിരഞ്ഞെടുക്കാൻ പോയപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരു സീറോ ലോട്ട് അങ്ങ് ബുക്ക് ചെയ്തെന്ന് വിചാരിക്കുക. ബിൽഡർ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവും ലോട്ടൊക്കെ പെട്ടെന്ന് പോവുകയാണ്, അതുകൊണ്ട് ആദ്യം ലോട്ട് ഹോൾഡ് ചെയ്യുക, ബാക്കിയുള്ള പ്രോസസ് അതിനുശേഷം സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ഒരുപക്ഷെ ഒരു അവൈലബിൾ ആയിട്ടുള്ള ഒരു ലോട്ട് ആദ്യം കയറി അങ്ങ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷമാണ് നമ്മൾ വീടിൻ്റെ കസ്റ്റമൈസേഷൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുക. അപ്പോഴാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുക, നിങ്ങൾ കണ്ട ഷോ ഹോമിലുള്ള പല വിൻഡോസും അഡീഷണൽ കസ്റ്റമൈസേഷൻ ആണ്, അത് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നതല്ല എന്ന്. സോ യു ഹാവ് ടു ആഡ് ദാറ്റ് കസ്റ്റമൈസേഷൻ ഇഫ് യു വാണ്ട് ദോസ് വിൻഡോസ്. നിങ്ങൾ പറയും, അങ്ങനെയാണെങ്കിൽ മെയിൻ ഫ്ലോറിലെ ഡെന്നിൽ കണ്ട വിൻഡോസ് എനിക്ക് വേണം, അതുപോലെ തന്നെ നമ്മൾ സ്റ്റെയർ കേസിൻ്റെ സൈഡിലുള്ള വലിയ വിൻഡോയും ബോണസ് റൂമിൻ്റെ 2 സൈഡിലും വിൻഡോസ് ഒക്കെ വേണം. അങ്ങനെയുള്ള കസ്റ്റമൈസേഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചേക്കാം. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ഹോം എന്ന് പറഞ്ഞാൽ ധാരാളം വെളിച്ചവും വിൻഡോസും ഒക്കെയുള്ള ഒരു വീടാണ്. നൗ ദ ബിൽഡർ ഈസ് ടെല്ലിങ് യു അതൊരു റെഗുലർ ലോട്ടിലേ സാധിക്കുകയുള്ളൂ. നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു സീറോ ലോട്ടാണ്, അതുകൊണ്ട് അത്തരം വിൻഡോസ് കസ്റ്റമൈസേഷൻസ് സാധ്യമല്ല എന്ന് പറയും. കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രീം ഹോം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പണിയുന്നതിന് പകരം ലോട്ടിൻ്റെ പരിമിതികൾക്കനുസരിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളും മാറ്റേണ്ടി വരികയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ലോട്ട് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഒരു പുതിയ വീടിന് തറ കെട്ടുന്നത് പോലെയാണ്. തറ കെട്ടി കഴിഞ്ഞിട്ടല്ല നമ്മൾ ആലോചിക്കുന്നത് വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന്. പകരം അതൊക്കെ ആലോചിച്ചതിന് ശേഷമാണ് അതിനനുസരിച്ചാണ് നമ്മൾ തറ കെട്ടിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഇഫ് യു എൻഡ് അപ്പ് വിത്ത് എ റോങ് ലോട്ട് യു വിൽ റിഗ്രറ്റ് ഇറ്റ് ലേറ്റർ. ശരി, അപ്പോൾ ഒരു ലോട്ട് തിരഞ്ഞെടുക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തു. അതുകൊണ്ട് ഒരു ലോട്ട് അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏതൊക്കെ ലോട്ടാണ് അവൈലബിൾ എന്നും ഓരോ ലോട്ട് ടൈപ്പിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങളെ അതിനെ സഹായിക്കും. ഒരുപക്ഷെ ബിൽഡർ പെട്ടെന്നൊരു ലോട്ട് ബുക്ക് ചെയ്യാനായിട്ട് തിരക്ക് കൂട്ടിയേക്കാം.
പക്ഷേ അവൈലബിൾ ആയ എല്ലാ ഓപ്ഷൻസും പരിഗണിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ചേർന്ന ലോട്ടാണ് ഇത് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം അതിന് അഡ്വാൻസ് കൊടുക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കും ബജറ്റിനും എല്ലാം ചേർന്ന ലോട്ട് ആ ബിൽഡറുടെ കയ്യിൽ ഇല്ലെങ്കിൽ മറ്റൊരു ബിൽഡറിന്റെ കയ്യിൽ നിന്ന് നമുക്കത് കണ്ടെത്താൻ സാധിക്കും. ഇനി അതല്ലെങ്കിൽ ഒരുപക്ഷെ ആ നെയ്ബർഹുഡിൽ അത്തരത്തിലുള്ള ലോട്ട് ഇല്ലെങ്കിൽ മറ്റൊരു നെയ്ബർഹുഡിൽ അത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ഓപ്ഷൻസ് ആണ് നിങ്ങൾ എടുക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇനി മറ്റു ചിലപ്പോൾ ചില നെയ്ബർഹുഡിൽ ചില ബിൽഡേഴ്സ് ചില ടൈപ്പ് ലോട്ടുകൾക്ക് ഓവർ ചാർജ് ചെയ്തേക്കാം. ബട്ട് സംടൈംസ് യു മൈറ്റ് ഗെറ്റ് എ വെരി ഗുഡ് ഡീൽ ഫോർ എ സ്പെഷ്യാലിറ്റി ലോട്ട്. അതുകൊണ്ട് ഇതുപോലുള്ള വീഡിയോകളും മറ്റ് റിസോഴ്സുകളും ഉപയോഗിച്ച് അതിനെക്കുറിച്ചെല്ലാം വിശദമായി പഠിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനമെടുക്കുക. അതുപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ്ഡ് റിയൽറ്റർക്ക് അത്തരം കാര്യങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. ഇനി നിലവിലെ അവൈലബിൾ ആയിട്ടുള്ള ലോട്ട് ഓപ്ഷൻസിൽ പ്രധാനപ്പെട്ട ചില ഓപ്ഷൻസ് ഒന്ന് നോക്കാം. സീറോ ലോട്ട്, റെഗുലർ ലോട്ട്, കോർണർ ലോട്ട്, വാക്കൗട്ട് ലോട്ട്, ലോട്ട് ബാക്കിംഗ് ഓൺ ടു പോണ്ട്, ലോട്ട് ബാക്കിംഗ് ഓൺ ടു ഗ്രീൻ സ്പേസ് ഓർ റാവിൻ. അതുപോലെ തന്നെ ലോട്ടിന്റെ ഓറിയന്റേഷൻ അനുസരിച്ച് സൗത്ത് ബാക്കിംഗ്, നോർത്ത് ബാക്കിംഗ് ലോട്ട്, അല്ലെങ്കിൽ ഈസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റ് ബാക്കിംഗ് ലോട്ടുകൾ വരുന്നു. അതുപോലെ തന്നെ ഇനി ലോട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസ് അനുസരിച്ച് 200 ആമ്പ് ലോട്ട്, ഫൈബർ റെഡി ലോട്ട് എന്നിങ്ങനെ ലോട്ടുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി നമ്മൾ ഇതുവരെ കണ്ട ഓരോ ലോട്ട് ടൈപ്പുകളെ കുറിച്ചും വിശദമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഓരോ ലോട്ട് ടൈപ്പിന്റെയും പ്രത്യേകത, അതിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഹു ഷുഡ് ബൈ ദിസ് ലോട്ട്, ഹു ഷുഡ് നോട്ട് ബൈ ദിസ് ലോട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് സീറോ ലോട്ട്? സീറോ ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട് പണിയുന്നത് ഒരു സൈഡ് അതിന്റെ പ്രോപ്പർട്ടി ലൈനിനോട് ചേർന്നായിരിക്കും പണിയുന്നത്. അപ്പോൾ ആ സൈഡിൽ നമുക്ക് സൈഡ് യാർഡ് ഉണ്ടായിരിക്കുകയില്ല. ഇനി നമ്മൾ പുതിയതായിട്ട് ബിൽഡ് ചെയ്ത കമ്മ്യൂണിറ്റികളിലൊക്കെ പോയി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് സീറോ ലോട്ടുകളായിരിക്കും. അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു റെഗുലർ ലോട്ട് ആണെങ്കിൽ ഒരു 10 വീട് പണിയാം എന്നുണ്ടെങ്കിൽ സീറോ ലോട്ട് ആണെങ്കിൽ നമുക്ക് 11 വീടുകൾ പണിയാൻ സാധിക്കും. ഇനി സീറോ ലോട്ടിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പ്രൈസ് തന്നെയാണ്. സീറോ ലോട്ട് പ്രോപ്പർട്ടികൾക്ക് പ്രൈസ് കുറവാണ്. നമ്മൾ റെഗുലർ ലോട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 10-20,000 ഒക്കെ ഡിഫറൻസ് ഉണ്ടായേക്കാം. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വലിയൊരു അഡ്വാൻറ്റേജ് അല്ല എങ്കിൽ പോലും കുറേ ആളുകളെങ്കിലും യാർഡ് മെയിൻ്റനൻസ് താല്പര്യമില്ലാത്തവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് സിംഗിൾ ഫാമിലി വീടുകൾ വേണം താനും, എന്നാൽ യാർഡ് മെയിൻ്റനൻസ് താല്പര്യമില്ലെങ്കിൽ സീറോ ലോട്ടിന് സൈഡ് യാർഡ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഒരു സൈഡിൽ നിങ്ങൾക്ക് യാർഡ് ഇല്ല. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവൈലബിലിറ്റി തന്നെയാണ്. ഇപ്പോൾ കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് സീറോ ലോട്ടുകളാണ്. ഇനി നമുക്ക് സീറോ ലോട്ട് കൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വീടിന്റെ ഐദർ സൈഡ് നിങ്ങൾക്ക് വിൻഡോസ് പണിയാൻ സാധിക്കുകയില്ല. സീറോ ലോട്ട് സൈഡിൽ മാത്രമല്ല മറ്റേ സൈഡിലും വിൻഡോസ് സാധിക്കില്ല. ഇതിന്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണം നമ്മൾ മെയിൻ ഫ്ലോർ എടുക്കുക. മെയിൻ ഫ്ലോറിൽ നമുക്കൊരു ഡെൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഡെൻ ഒരു സൈഡിലോട്ടാണെങ്കിൽ അല്ലെങ്കിൽ മിഡിലായിട്ടാണ് ഡെന്നെങ്കിൽ ആ ഡെന്നിലേക്ക് ഒരു വിൻഡോ വേണമെന്നുണ്ടെങ്കിൽ ഡെന്നിൽ വിൻഡോ സാധിക്കില്ല. അതുകൊണ്ടാണ് മിക്കവാറും നമ്മളിപ്പോൾ കാണുന്ന വീടുകൾക്ക് ഡെന്നിന് വിൻഡോസ് ഇല്ലാതെ പോകുന്നത്. അല്ലെങ്കിൽ ഒരു മെയിൻ ഫ്ലോർ ബെഡ്റൂം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത് ഒന്നെങ്കിൽ വീടിന്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ബാക്കിൽ മാത്രമേ ബെഡ്റൂം പണിയാൻ സാധിക്കുകയുള്ളൂ. കാരണം ബെഡ്റൂമിന് വിൻഡോ മസ്റ്റാണ്. സൈഡിൽ വിൻഡോ പണിയാൻ സാധിക്കാത്തതുകൊണ്ട് നമുക്ക് അവിടെ സൈഡിൽ ബെഡ്റൂം പണിയാൻ സാധിക്കില്ല. ഇനി അപ്സ്റ്റേഴ്സിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ പലരും ആഗ്രഹിക്കാറുണ്ട് സ്റ്റെയർ കേസ് പോകുമ്പോൾ സ്റ്റെയർ കേസിന്റെ മിഡിൽ ആയിട്ട് ലാൻഡിങ്ങിൽ ഒരു വിൻഡോ, വലിയ വിൻഡോ ഉണ്ടെങ്കിൽ ലൈറ്റ് ഇഷ്ടം പോലെ വീട്ടിനകത്തേക്ക് കിട്ടും. പക്ഷേ സൈഡ് വിൻഡോ പോസിബിൾ അല്ലാത്തതുകൊണ്ട് സ്റ്റെയർ കേസിലേക്കുള്ള വിൻഡോ നമുക്ക് പണിയാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് അപ്സ്റ്റെയറിൽ നമുക്ക് സൈഡ് വിൻഡോസ് പറ്റില്ല സീറോ ലോട്ട് ലൈനിൽ. ഇൻ കേസ് നമ്മുടെ ബോണസ് റൂം ഒക്കെ വീടിന്റെ മധ്യഭാഗത്താണെങ്കിൽ നമുക്ക് അതിന്റെ 2 സൈഡിലും വിൻഡോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അപ്സ്റ്റേഴ്സിൽ ബെഡ്റൂംസ് എല്ലാം 2 സൈഡിലായിരിക്കും. ഒരു ബെഡ്റൂം ഫ്രണ്ടിലും ബാക്കി ബെഡ്റൂംസ് ഒക്കെ ബാക്കിലുമായിട്ടായിരിക്കും സീറോ ലോട്ട് വീടുകൾക്ക് പണിയുക. കാരണം ബെഡ്റൂംസിന് വിൻഡോ മസ്റ്റ് ആണ്. അപ്പോൾ ബെഡ്റൂം വെക്കാൻ പറ്റുന്നത് ഒന്നെങ്കിൽ വീടിന്റെ ബാക്കിലേക്ക് അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് മാത്രമാണ്. അതുപോലെ ബേസ്മെന്റിലേക്ക് പലരും എക്സ്ട്രാ വിൻഡോസ് ചോദിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഒരു എക്സ്ട്രാ ബെഡ്റൂം ബേസ്മെന്റിൽ പണിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിൻഡോ അത്യാവശ്യമാണ്. പക്ഷേ ബേസ്മെന്റിലും സൈഡ് വിൻഡോസ് പോസിബിൾ അല്ല. വീടിന്റെ ഫ്രണ്ടിലും ബാക്കിലും മാത്രമേ വിൻഡോസ് വെക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് നമ്പർ ഓഫ് ബെഡ്റൂംസിനെയൊക്കെ പണിയുന്നതിനെ അഫക്റ്റ് ചെയ്തേക്കാം. അതുപോലെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആണ് സൈഡ് യാർഡ് ഇല്ല എന്നുള്ളത്. ഒരു സൈഡിൽ നമുക്ക് യാർഡ് ഇല്ല. അപ്പോൾ നമുക്ക് അടുത്ത സൈഡിൽ അല്ലെങ്കിൽ മറ്റേ സൈഡ് യാർഡിൽ കൂടി മാത്രമാണ് വീടിന്റെ ബാക്കിലേക്ക് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് പോകാൻ സാധിക്കുന്നത്, ഔട്ട് സൈഡിൽ കൂടെ. അപ്പോൾ നമ്മളൊരു AC ഒക്കെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ആ സൈഡിൽ മാത്രമേ നമുക്ക് AC വെക്കാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ AC ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ലോൺ മൂവറൊക്കെ ആയിട്ട് സൈഡിൽ കൂടെ പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വീടുകളെല്ലാം വളരെ അടുത്തടുത്തായിരിക്കും. അത് റീസെയിലിനെ ബാധിക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ പഴയ കമ്മ്യൂണിറ്റികളിലൊക്കെ താമസിച്ച് റെഗുലർ ലോട്ടിലൊക്കെ വലിയ യാർഡുകളിലൊക്കെ താമസിച്ച് വന്നിട്ടുള്ള ആൾക്കാർ പുതിയ സീറോ ലോട്ട് ലൈൻ വീടുകളൊക്കെ കാണുമ്പോൾ അവർക്ക് താല്പര്യപ്പെടണമെന്നില്ല. അതുകൊണ്ട് തന്നെ റീസെയിലിനെ കുറച്ചൊക്കെ ബാധിച്ചേക്കാം. ഹൂ ഷുഡ് ബൈ സീറോ ലോട്ട്?
So when you buy the zero lot, you can save $25,000 compared to a regular lot. So if that is important to you, so you can consider the zero lot property. അല്ലെങ്കിൽ if you are consider interior upgrades or customization than the bigger yard, you can definitely choose a zero lot. So the savings you get from the zero lot, the $25,000 that you can save from the zero lot, you can use that for your interior upgrades. അല്ലെങ്കിൽ ഇനി പുറത്തെ ബിഗർ യാർഡിനേക്കാളും നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഇന്റീരിയർ അപ്ഗ്രേഡ്സ് അല്ലെങ്കിൽ കസ്റ്റമൈസേഷൻ ആണെങ്കിൽ യു ക്യാൻ പ്രിഫർ സീറോ ലോട്ട്. സീറോ ലോട്ട് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന 25,000 സേവിങ്സ് യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ ഇന്റീരിയർ അപ്ഗ്രേഡ്സ് അല്ലെങ്കിൽ കസ്റ്റമൈസേഷൻ. സോ ഇന്റീരിയർ അപ്ഗ്രേഡ്സ് അല്ലെങ്കിൽ കസ്റ്റമൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റെയർ കേസിന്റെ റെയിലിംഗ് നിങ്ങൾക്ക് സ്റ്റബ് വാൾ മാറ്റി റെയിലിംഗ് ആക്കണമെങ്കിൽ ഒരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഒരു നിങ്ങളുടെ എൻസ്യൂട്ടിൽ ഒരു ജാക്കൂസി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെഗുലർ ബാത്ത് ടബ് മാറ്റി ഒരു ജാക്കൂസി ആക്കാനുള്ള അപ്ഗ്രേഡിന് ആ ക്യാഷ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ സ്പൈസ് കിച്ചൺ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സോ മെനി അപ്ഗ്രേഡ്സ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റും സേവിങ്സ് കൊണ്ട്. ഇനി നമ്മൾ നേരത്തെ സംസാരിച്ച സ്ട്രക്ചറൽ കസ്റ്റമൈസേഷൻ, അതായത് നമ്മൾ ഒരു റെഗുലർ ലോട്ട് വാങ്ങിച്ചിട്ട് അതിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ട്രക്ചറൽ കസ്റ്റമൈസേഷൻ ലൈക്ക് എക്സ്ട്രാ വൈഡ് ഗരേജ് അല്ലെങ്കിൽ എക്സ്ട്രാ വിൻഡോസ്, സൈഡ് വിൻഡോസ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് സീറോ ലോട്ട് യൂസ്ഫുൾ വണ്ണാണ്. കാരണം വെറുതെ റെഗുലർ ലോട്ടിന് ഒരുപാട് സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ആ ക്യാഷ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്റർണൽ ലക്ഷറി അപ്ഗ്രേഡ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ചില സാഹചര്യങ്ങളിൽ നമ്മൾ സീറോ ലോട്ട് അല്ല റെഗുലർ ലോട്ട് വേണം എന്ന് കമ്പൽ ചെയ്യുന്നതിന് വലിയ പ്രാക്ടിക്കൽ ആയിരിക്കില്ല. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രത്യേക നെയ്ബർഹുഡിൽ ഒരു വീട് വേണം, നിങ്ങൾക്ക് ആ നെയ്ബർഹുഡ് ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ അവരൊരു ബിൽഡറിന്റെ മോഡൽ കണ്ടു, അത് ആ പ്രത്യേക നെയ്ബർഹുഡിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇതെല്ലാം ഇഷ്ടപ്പെട്ട് നിങ്ങൾ ചെന്നതിന് ശേഷം നിങ്ങൾ അറിയുന്ന ചിലപ്പോൾ അവിടെ ആ ബിൽഡർക്ക് റെഗുലർ ലോട്ട് അവൈലബിൾ ആയിരിക്കില്ല എന്ന്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇപ്പം നെയ്ബർഹുഡും ബിൽഡറും എല്ലാം ഇഷ്ടപ്പെട്ടു, നല്ല സീറോ ലോട്ട് ഇല്ലാത്തതിന്റെ പേര് മാത്രം നിങ്ങൾ വേണ്ട എന്ന് വെക്കുന്നത് ചിലപ്പോൾ പ്രാക്ടിക്കൽ ആയിരിക്കില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളും അത് റെഗുലർ ലോട്ട് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സീറോ ലോട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. നൗ ഇഫ് യു ആർ നിക് പിക്കിംഗ്, I can give you some more disadvantages of a zero lot. If you are a very noise sensitive person, നിങ്ങളുടെ വീട്ടിലേക്ക് കൂടുതൽ സൗണ്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ് നിങ്ങളുടെ സീറോ ലോട്ടിലാണ്. അതിന് കാരണം എന്ന് വെച്ചാൽ നോർമൽ റെഗുലർ ലോട്ടിലാണെങ്കിൽ ഇൻ ബിറ്റ്വീൻ 2 houses നോർമലി 8 foot ഡിസ്റ്റൻസ് ഉണ്ടാവും. പക്ഷേ സീറോ ലോട്ടിലേക്ക് വരുമ്പോൾ അത് 4 foot 5 foot ഒക്കെ കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നെയ്ബർ ലൗഡ് മ്യൂസിക് അല്ലെങ്കിൽ ഹോം തിയേറ്റർ ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ റെഗുലർ ലോട്ടിനെ അപേക്ഷിച്ച് നിങ്ങൾ സീറോ ലോട്ട് വീടുകളിലേക്ക് കൂടുതൽ സൗണ്ട് വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. മറ്റൊരു റീസണ് ഉള്ളത് ഫയർ ഹസാർഡാണ്. വീടുകൾ വളരെ അടുത്തിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ നെയ്ബറിന്റെ വീടിന് ഒരു ഫയർ ഉണ്ടായാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഫയർ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. എന്നിരുന്നാൽ പോലും നിങ്ങളത് പാലിക്കാണ്ട് കാര്യമില്ല, ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം സീറോ ലോട്ട് വീടുകൾ പണിയുമ്പോൾ വളരെ സ്ട്രിക്റ്റ് ഫയർ കോഡാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ നോർമൽ റെഗുലർ ലോട്ടിൽ പണിയുന്ന വീടുകളെക്കാളും സ്ട്രിക്റ്റ് ഫയർ കോഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഫയർ ഹസാർഡിനുള്ള ഫെസിലിറ്റീസ് വളരെ കുറവാണ്. എന്നാൽ പോലും ഒരു വൈഡർ യാർഡ് ആണെങ്കിൽ ലെസ് ചാൻസ് ആണ് ഉള്ളത്. ഇനി അതുപോലെ നിങ്ങൾ ഒരുപാട് ഗാർഡനിങ് എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റെഗുലർ ലോട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് വീടിന്റെ 2 സൈഡിലും യാർഡ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ഗാർഡനിങ് എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ ഷെയ്ഡൊക്കെ ആവശ്യമുള്ള വെജിറ്റബിൾ ബെഡ്സ് ഒക്കെ നിങ്ങൾക്ക് വെജിറ്റബിൾ കൃഷികളൊക്കെ സൈഡ് യാർഡിൽ ചെയ്യുന്ന ഒരു ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ റെഗുലർ ലോട്ട് വാങ്ങിക്കുന്നവർക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും, എന്നാൽ സീറോ ലോട്ട് വാങ്ങിക്കുന്നവർക്ക് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കില്ല. അതുപോലെ മറ്റൊരു കാര്യമുള്ളത്, നിങ്ങൾക്കറിയാം ഒരു സൈഡ് മാത്രമേ നമുക്ക് യാർഡുള്ളൂ സീറോ ലോട്ടിന്. അപ്പോൾ നമ്മുടെ വീടിന്റെ സൈഡ് മെയിൻ്റനൻസിന് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് പെയിന്റ് അടിക്കുക അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും നമ്മുടെ വീടിനെ സംബന്ധിച്ച എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ നെയ്ബറുടെ യാർഡിൽ കൂടിയാണ് നമ്മുടെ ആ സൈഡ്, നമ്മുടെ സീറോ ലോട്ട് സൈഡിൽ നമ്മൾ പോകേണ്ടത്. നോർമലി എല്ലാ സീറോ ലോട്ടുകൾക്കും റൈറ്റ് ഓഫ് വേ ഉണ്ട്. നമ്മുടെ പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അതിനകത്തോടെ കയറി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കയറാം. അതുപോലെ നമ്മുടെ നെയ്ബർക്കും ആ റൈറ്റ് ഓഫ് വേ ഉണ്ട്. അവരുടെ പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർക്ക് നമ്മുടെ പ്രോപ്പർട്ടിക്കകത്തോടെ കയറി വന്ന് അവരുടെ പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ ഒരു സൈഡ് നോട്ടായിട്ട് ഞാൻ ഒരു കാര്യങ്ങൾ പറയാം. പലരും എന്നോട് ചോദിക്കാറുണ്ട്, നമ്മൾ വീടുകളൊക്കെ വളരെ അടുത്തടുത്ത് അല്ലെങ്കിൽ സീറോ ലോട്ടിൽ പണിയുമ്പോൾ വീടുകൾ വളരെ അടുത്തടുത്തായതുകൊണ്ട് ഫയർ ഹസാർഡൊക്കെ വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ ആ ലൈനിൽ ഏതെങ്കിലും ഒരു വീടിന് തീ പിടിച്ചാൽ നമ്മുടെ വീടുകളിലേക്ക് തീ പറന്നു വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് ഒരു ശരിയായ അറിവല്ല, അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയാണ്. സീറോ ലോട്ട് വീടുകൾക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഫയർ കോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് റെഗുലർ ലോട്ട് അല്ലെങ്കിൽ ട്രഡീഷണൽ ലോട്ട് എന്താണെന്ന് നോക്കാം. നമ്മൾ സീറോ ലോട്ടിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മൾ കണ്ടു വീട് പണിയുന്നത് സീറോ ലോട്ടിൽ ഒരു പ്രോപ്പർട്ടി ലൈനിന്റെ ഒരു സൈഡിൽ, പ്രോപ്പർട്ടി ലൈനിലാണ് നമ്മൾ വീട് പണിയുന്നത്. അപ്പോൾ ആ സൈഡിൽ നമുക്ക് സൈഡ് യാർഡ് ഇല്ല, മറ്റേ സൈഡിൽ മാത്രമേ സൈഡ് യാർഡ് ഉള്ളൂ. അതേസമയം റെഗുലർ ലോട്ടിൽ വീട് പണിയുമ്പോൾ ലോട്ടിന്റെ സെൻട്രലിലാണ്, അല്ലെങ്കിൽ 2 സൈഡിനും കൂടെ വിട്ട് നോക്കുമ്പോൾ സെൻട്രലിലാണ് നമ്മൾ വീട് പണിയുന്നത്. അപ്പോൾ 2 സൈഡിൽ കൂടെയും വീടിന്റെ ബാക്ക് യാർഡിലേക്ക് നമുക്ക് ആക്സസ് കിട്ടും. അപ്പോൾ വീടുകൾ തമ്മിൽ കൂടുതൽ അകലം ഫീൽ ചെയ്യും. നമ്മൾ പഴയ നെയ്ബർഹുഡിൽ പോയി നോക്കുകയാണെങ്കിൽ വീടുകളൊക്കെ റെഗുലർ ലോട്ടിൽ പണിതിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് വീടുകൾ തമ്മിൽ കൂടുതൽ സ്പേസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതേസമയം പുതിയ നെയ്ബർഹുഡിലേക്ക് വരുമ്പോൾ മോസ്റ്റ് ഓഫ് ദ വീടുകൾ പണിതിരിക്കുന്നതും സീറോ ലോട്ട് ലൈനിലാണ്. അപ്പോൾ വീടുകൾ തമ്മിലുള്ള അകലം കുറയും, കൂടുതൽ കൺജസ്റ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇനി നമുക്ക് റെഗുലർ ലോട്ടിന്റെ അഡ്വാൻറ്റേജസ് നമുക്ക് ചെക്ക് നോക്കാം. മെയിൻ ആയിട്ടും റെഗുലർ ലോട്ടിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വീടിന്റെ 2 സൈഡിലും യാർഡ് കിട്ടുമെന്നുള്ളതാണ്.
ഇനി മറ്റൊരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റെഗുലർ ലോട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് വീടിന്റെ രണ്ട് സൈഡിലും വിൻഡോസ് വയ്ക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് മെയിൻ ഫ്ലോർ ഒരു ബെഡ്റൂം വേണം, അതിന് ഒരു ഡെൻ ഉണ്ടെങ്കിൽ ഡെൻ ബെഡ്റൂം ആക്കി മാറ്റാനായിട്ട് ഒരു വിൻഡോ വേണം. അപ്പോൾ ഒരു സൈഡ് വിൻഡോ വേണമെങ്കിൽ നമുക്ക് റെഗുലർ ലോട്ട് വയ്ക്കാൻ സാധിക്കും. മറ്റ് സ്റ്റെയർ കേസ് വിൻഡോസ് അല്ലെങ്കിൽ ബോണസ് റൂം വിൻഡോസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതും അല്ലെങ്കിൽ ബേസ്മെന്റ് എക്സ്ട്രാ ബെഡ്റൂംസ് പണിയണമെന്നുണ്ടെങ്കിൽ സൈഡ് വിൻഡോസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെഗുലർ ലോട്ടിലാണെങ്കിൽ നമുക്ക് കൂടുതൽ വിൻഡോസ് ആഡ് ചെയ്യാൻ സാധിക്കും. അതൊരു ബിഗ് അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ സൈഡ് വിൻഡോസ് ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ റെഗുലർ ലോട്ട് തന്നെ ചൂസ് ചെയ്യണം. കാരണം സീറോ ലോട്ടിൽ സൈഡ് വിൻഡോസ് പോസിബിൾ അല്ല. മറ്റൊരു അഡ്വാൻറ്റേജ്, റെഗുലർ ലോട്ടിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സൈഡ് യാർഡ് കിട്ടും. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് റെഗുലർ ലോട്ടിന് കൂടുതൽ സൈഡ് യാർഡ് ഉണ്ട് സീറോ ലോട്ടിനേക്കാളും. രണ്ട് സൈഡിലും ഉണ്ട്, അതുപോലെ തന്നെ വിഡ്ത്തും കൂടുതലായിരിക്കും. അപ്പോൾ വെജിറ്റബിൾ ബെഡ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ സൈഡ് യാർഡിൽ ചെയ്യുന്നവർ ധാരാളമുണ്ട്. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വൈഡർ ബയർ അപ്പീലാണ്. അതായത് പഴയ നെയ്ബർഹുഡിലൊക്കെ താമസിച്ചിട്ട് പുതിയ വീട് ന്യൂവർ നെയ്ബർഹുഡിൽ വാങ്ങിക്കുന്നവർ അവരെപ്പോഴും മിക്കപ്പോഴും റെഗുലർ ലോട്ടാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം സീറോ ലോട്ട് കൂടുതൽ കൺജസ്റ്റഡ് ആയിട്ട് അവർ ഫീൽ ചെയ്തേക്കാം. അപ്പോൾ നമ്മളൊരു ന്യൂവർ നെയ്ബർഹുഡിൽ തന്നെ ഒരു റെഗുലർ ലോട്ട് വാങ്ങിക്കുകയാണെങ്കിൽ റീസെയിൽ പോയിന്റ് വളരെ നല്ലതായിരിക്കും. ഇനി റെഗുലർ ലോട്ടിനാണെങ്കിൽ വീടിന്റെ രണ്ട് സൈഡിലും സൈഡ് യാർഡ് ഉണ്ടാവും. അപ്പോൾ വീട്ടിലെ നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഫ്രണ്ടിൽ നിന്നും ആക്സസ് കിട്ടാനായിട്ട് രണ്ട് സൈഡിൽ കൂടി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ സീറോ ലോട്ടിലാണ് വീട് വെക്കുന്നതെങ്കിൽ നിങ്ങളുടെ AC ഒക്കെ നിങ്ങളുടെ ഒരു സൈഡ് യാർഡാണ് വെച്ചേക്കുന്നതെങ്കിൽ ഫ്രണ്ടിൽ നിന്നും ബാക്കിലേക്ക് ഒരു ലോൺ മോവർ ഒക്കെ തള്ളിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു റെഗുലർ ലോട്ടാണെങ്കിൽ നിങ്ങൾക്ക് AC ഇല്ലാത്ത മറ്റേ സൈഡിൽ കൂടെ ലോൺ മോവർ ഒക്കെ തള്ളിക്കൊണ്ട് ബാക്ക് യാർഡിലേക്ക് ഈസി ആയിട്ട് പോകാൻ സാധിക്കും. പ്രൈവസി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ വീടുകൾ തമ്മിൽ കൂടുതൽ അകലമുള്ളതുകൊണ്ട് കൂടുതൽ പ്രൈവസി കിട്ടും. അതുപോലെ തന്നെ നോയിസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇത് വളരെ നല്ലതാണ്. റെഗുലർ ലോട്ട് വീട് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. സോ ഹൂ ഷുഡ് ബൈ ദ റെഗുലർ ലോട്ട്സ്? നിങ്ങൾ കൂടുതൽ സ്ട്രക്ചറൽ കസ്റ്റമൈസേഷൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ലൈക്ക് കൂടുതൽ വിൻഡോസ് വേണ്ടിയവർ, അതുപോലെ കൂടുതൽ ബ്രൈറ്റ് ലൈറ്റ് ആയിട്ടുള്ള വീടുകൾ ആവശ്യമുള്ളവർ ഒക്കെ കൂടുതൽ വിൻഡോസ് വയ്ക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു റെഗുലർ ലോട്ട് വാങ്ങിക്കണം. അല്ലെങ്കിൽ കൂടുതൽ പ്രൈവസി ആഗ്രഹിക്കുന്നവർ, അതുപോലെ തന്നെ ഗാർഡനിങ് ഒക്കെ കൂടുതൽ താല്പര്യമുള്ളവർ, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ റെഗുലർ ലോട്ട് പ്രിഫർ ചെയ്യാവുന്നതാണ്. സോ ഹൂ ഷുഡ് ഇൻ ബൈ ദ റെഗുലർ ലോട്ട്? നിങ്ങൾ കസ്റ്റമൈസേഷൻ ഒന്നും ഒട്ടും വേണ്ടാത്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ എക്സ്ട്രാ ബാക്ക് യാർഡിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ ലോട്ടിന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. കാരണം ഓഫ് കോഴ്സ് നിങ്ങൾ റെഗുലർ ലോട്ട് വാങ്ങിക്കുമ്പോൾ സീറോ ലോട്ടിനേക്കാളും ഒരു പ്രീമിയം പ്രൈസ് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ബഡ്ജറ്റാണ് നമ്മുടെ മെയിൻ കൺസേൺ എങ്കിൽ നമുക്ക് കസ്റ്റമൈസേഷൻസും ആവശ്യമില്ല, ബഡ്ജറ്റ് മാത്രമാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ റെഗുലർ ലോട്ട് നോക്കേണ്ട കാര്യമില്ല, സീറോ ലോട്ട് വന്ന് നോക്കിയാൽ മതിയാവും. അടുത്ത നമുക്ക് കോർണർ ലോട്ട്സ് എന്താണെന്ന് നോക്കാം. കോർണർ ലോട്ട് സീറ്റ്സ് ഓൺ ദ ഇന്റർസെക്ഷൻ ഓഫ് ടു സ്ട്രീറ്റ്സ്. അതായത് നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടും സൈഡും സ്ട്രീറ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഒരു നെയ്ബർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, മറ്റേ സൈഡിൽ റോഡ് ആയതുകൊണ്ട്. കോർണർ ലോട്ടുകൾ പല ആൾക്കാർക്കും ഇഷ്ടപ്പെടാറില്ല. എന്നാൽ ചില ആൾക്കാർ കോർണർ ലോട്ടുകൾ തന്നെ നോക്കിയെടുക്കുന്നവരുമുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്താണെന്ന് നോക്കാം. മെയിനായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിസിബിലിറ്റിയാണ്. ഒരു സൈഡിൽ വീടില്ലാത്ത കാരണം, രണ്ട് സൈഡിൽ നിന്നുള്ള റോഡിന്റെ വിസിബിലിറ്റി കാരണം വീടിന് കൂടുതൽ വിസിബിലിറ്റി കിട്ടും. അതുപോലെ ഇപ്പോൾ ന്യൂവർ നെയ്ബർഹുഡൊക്കെ കൂടുതൽ കൺജസ്റ്റഡ് ആയതുകൊണ്ട് പാർക്കിംഗ് ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്, സ്ട്രീറ്റ് പാർക്കിംഗ് ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ സൈഡ് സിറ്റുവേഷൻസിൽ കോർണർ ലോട്ടിൽ നമ്മുടെ സൈഡിൽ പാർക്കിംഗ് കൂടുതൽ കിട്ടാൻ ചാൻസ് കൂടുതലുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് നമ്മുടെ എക്സ്ക്ലൂസീവ് പാർക്കിംഗ് അല്ല, ഈസ് കോമൺ ടു എവരി വൺ. പക്ഷേ കൂടുതൽ സ്ട്രീറ്റ് പാർക്കിംഗ് അവൈലബിൾ ആയിരിക്കും. മറ്റൊരു അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുകയാണെങ്കിൽ വീടിലേക്ക് കൂടുതൽ ലൈറ്റ് ലഭിക്കും. അതുപോലെ തന്നെ ഹോം ബിസിനസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സൈൻ ബോർഡിന് കൂടുതൽ വിസിബിലിറ്റി കിട്ടും. അതുപോലെ തന്നെ സിറ്റി പെർമിറ്റ് ഒക്കെ എടുക്കുമ്പോൾ കൂടുതൽ പ്രിഫറൻസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ ഹോം ബേസ്ഡ് ബിസിനസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ കോർണർ ലോട്ടുകൾ പ്രിഫർ ചെയ്യാറുണ്ട്. കാരണം അവർക്ക് കൂടുതൽ വിസിബിലിറ്റി കിട്ടും, മറ്റൊന്ന് പാർക്കിംഗ് കൂടുതൽ കിട്ടും. അതുപോലെ ഡേ ഹോം ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉള്ളവർക്ക് കോർണർ ഹോം ആണെങ്കിൽ എനിക്ക് തോന്നുന്നു സിറ്റിയിൽ നിന്ന് കൂടുതൽ പ്രിഫറൻസ് കിട്ടാറുണ്ട്, ലൈസൻസിങ്ങിനൊക്കെ പ്രിഫറൻസ് കൂടുതൽ കിട്ടാറുണ്ട്. ഇനി പല ആളുകളും കോർണർ ലോട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ മിക്കവാറും കോർണർ ലോട്ട് വീടുകൾക്ക് എക്സ്ട്രാ യാർഡ് കിട്ടും, അല്ലെങ്കിൽ കുറച്ചുകൂടി വൈഡർ ആയിട്ടുള്ള യാർഡ് ലഭിക്കും. ഇനി നമുക്ക് കോർണർ ലോട്ടിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് രണ്ട് സൈഡിൽ നിന്നുള്ള വിസിബിലിറ്റി ഉള്ള കാരണം മാൻഡേറ്ററി ആയിട്ട് നമ്മൾ സൈഡ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യേണ്ടി വരും. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. ലൈക്ക് എക്സ്ട്രാ വിൻഡോസ് അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിലെ ഡെവലപ്പർ നിശ്ചയിക്കുന്ന മറ്റ് ബ്യൂട്ടിഫിക്കേഷൻസ് എന്തെങ്കിലും ആ സൈഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കോസ്റ്റ് കൂടുതലായിരിക്കും. മറ്റൊന്നെന്ന് പറയുന്നത് ലോങ്ങർ സൈഡ് വാക്ക് ഉള്ളതുകൊണ്ട് മിക്കവാറും ഉള്ള കോർണർ ലോട്ടുകൾക്കെല്ലാം രണ്ട് സൈഡിലും സൈഡ് വാക്ക് ഉണ്ടാവും. അപ്പോൾ ആ സൈഡ് വാക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഹോം ഓണറുടെയാണ്. പ്രത്യേകിച്ച് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് സ്നോ ക്ലിയറിംഗ് പോലുള്ള സൈഡ് വാക്ക് മെയിൻ്റെനൻസ് നമ്മൾ ചെയ്തിരിക്കണം. അപ്പം ആൽബർട്ട പോലുള്ള സ്ഥലത്ത് കോൾഡർ വെതറിൽ സ്നോ റിമൂവലൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെട്ടുള്ള ജോലിയാണ്. അതുകൊണ്ടാണ് പല ആളുകളും കോർണർ ലോട്ട് ഒഴിവാക്കാനുള്ള ഒരു മെയിൻ കാരണം. പിന്നെ ചില ആൾക്കാർ വളരെ നോയിസ് സെൻസിറ്റീവ് അല്ലെങ്കിൽ ലൈറ്റ് സെൻസിറ്റീവ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ കോർണർ ലോട്ടുകൾ ഒഴിവാക്കാറുണ്ട്. കാരണം വെച്ചാൽ സൈഡ് റോഡിൽ ചിലപ്പോൾ ബസ് സ്റ്റോപ്പുകൾ വരാറുണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബെയിൽ ബോക്സസ് വരാറുണ്ട്. പിന്നെ കോർണർ ആയത് കാരണം രണ്ട് സൈഡിൽ നിന്നുള്ള വെഹിക്കിൾ ട്രാഫിക് ഉണ്ടാകാം, ഫുഡ് ട്രാഫിക് ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട്
ചിലർ സെക്യൂരിറ്റി കൺസേൺ എന്ന് പറയുന്ന കോർണർ ലോട്ടുകളൊക്കെ. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കൂടുതൽ വിസിബിലിറ്റി ആഗ്രഹമുള്ളവർ, കൂടുതൽ യാർഡ് സൈസ് വേണ്ടവർ, അല്ലെങ്കിൽ ഹോം ബേസ്ഡ് ബിസിനസ് ഒക്കെ തുടങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ കോർണർ ലോട്ടുകൾ ചൂസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു കൺസേൺസ് നിങ്ങൾ ഉണ്ടെങ്കിൽ കോർണർ ലോട്ടുകൾ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വാക്കൗട്ട് ബേസ്മെന്റ് അല്ലെങ്കിൽ വാക്കൗട്ട് ലോട്ട് എന്താണെന്ന് നോക്കാം. വാക്കൗട്ട് ലോട്ട് എന്ന് പറഞ്ഞാൽ ഹോം ഈസ് ബിൽറ്റ് ഓൺ എ സ്ലോപ്ഡ് ഗ്രേഡ്. അതായത് മെയിനായിട്ട് പറയുവാണെങ്കിൽ നിങ്ങളുടെ ബേസ്മെന്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാൻ പറ്റും. നിങ്ങൾ സ്റ്റെപ്പ് കയറാതെ, ലൈക്ക് നിങ്ങൾ ഫ്രണ്ട് ഡോറിൽ നിന്ന് നിങ്ങൾ വീടിനകത്തേക്ക് കയറുന്നത് തന്നെ ബേസ്മെന്റിൽ നിന്ന് നിങ്ങളുടെ ബാക്ക് യാർഡിലേക്ക് നേരിട്ട് ഇറങ്ങാൻ, ഡോർ തുറന്ന് ഓപ്പൺ ചെയ്ത് ഇറങ്ങാൻ സാധിക്കും. അതാണ് മെയിനായിട്ട് വാക്കൗട്ട് ബേസ്മെന്റ് എന്ന് പറയുന്നത്. വാക്കൗട്ട് ബേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ മാത്രമേ ബേസ്മെന്റ് എന്നുള്ളൂ. കാരണം നിങ്ങളുടെ ബേസ്മെന്റ് ഫുള്ളായിട്ട് എബവ് ഗ്രൗണ്ട് ആണ്. ഇപ്പം ഇൻ കേസ് നിങ്ങൾ ബേസ്മെന്റ് ലീഗൽ സൂട്ടൊക്കെ പണിത് റെന്റിന് കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ടെനൻസ് ഒക്കെ വളരെ പ്രിയപ്പെട്ടതായിരിക്കും വാക്കൗട്ട് ബേസ്മെന്റ്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ കൂടുതൽ ഏരിയ ആൻഡ് ലൈറ്റ് ആയിട്ടുള്ള ബേസ്മെന്റ് റൂംസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹോം ബേസ്ഡ് ബിസിനസ് അല്ലെങ്കിൽ പേരൻസ് ഒക്കെ നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ കൂടുതൽ അവർ പ്രിഫർ ചെയ്യുന്നത് വാക്കൗട്ട് ബേസ്മെന്റ് ആയിരിക്കും. കാരണം ബേസ്മെന്റിൽ കൂടെ നേരിട്ട് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാൻ സാധിക്കും. അതുകൊണ്ടൊക്കെ തന്നെ വാക്കൗട്ട് ബേസ്മെന്റിന് ഡിമാൻഡ് കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ബേസ്മെന്റ് ലീഗൽ സ്യൂട്ട് അല്ലെങ്കിൽ Airbnb കൊടുക്കാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ ബേസ്മെന്റിലേക്ക് സെപ്പറേറ്റ് എൻട്രൻസ് അല്ലെങ്കിൽ വാക്കൗട്ട് എൻട്രൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വേറൊരു സെപ്പറേറ്റ് സൈഡ് എൻട്രൻസിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ലീഗൽ സ്യൂട്ട് അവിടെ പണിയാൻ സാധിക്കും. ഇതുകൊണ്ടൊക്കെ തന്നെ റീസെയിൽ പോയിന്റ് ഓഫ് വ്യൂ വാക്കൗട്ട് ബേസ്മെന്റിന് പ്രൈസ് കൂടുതലാണ്, അല്ലെങ്കിൽ റീസെയിൽ വാല്യൂ കൂടുതലാണ്. ഈ പറഞ്ഞ അഡ്വാൻറ്റേജസ് ഒക്കെ കൂടാതെ തന്നെ നമ്മൾ വാക്കൗട്ട് ബേസ്മെന്റ് നിങ്ങൾക്ക് മെയിൻ ലെവൽ ഒരു ഡെക്കും ലഭിക്കും. അതുപോലെ തന്നെ ഒരു പാർഷ്യലി കവേർഡ് ആയിട്ടുള്ള ഒരു പാറ്റിയോയും ഗ്രൗണ്ട് ലെവൽ അല്ലെങ്കിൽ ബേസ്മെന്റ് ലെവൽ ഒരു പാറ്റിയോയും ലഭിക്കും. നിങ്ങൾക്ക് രണ്ടും യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ വാക്കൗട്ട് ലോട്ടിന്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോസ്റ്റ് തന്നെയാണ്. കാരണം വാക്കൗട്ട് ലോട്ടിന് പ്രീമിയം കോസ്റ്റ് ഉണ്ട്. അതുകൂടാതെ വാക്കൗട്ട് ലോട്ടിൽ ഒരു വാക്കൗട്ട് ബേസ്മെന്റ് ആയിട്ടുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനും എക്സ്ട്രാ കോസ്റ്റ് നമ്മൾ കൊടുക്കണം. കോസ്റ്റ് കൂടുതലാണ്. അതായത് ഒരു സെയിം ഹൗസ് നിങ്ങളൊരു റെഗുലർ ലോട്ടിൽ പണിയുന്നതും അല്ലെങ്കിൽ ഒരു സാധാരണ ലോട്ടിൽ പണിയുന്നതും ഒരു വാക്കൗട്ട് ലോട്ട് പണിയുന്നതും തമ്മിൽ ഒരു 40 to 50K ഡിഫറൻസ് ഉണ്ടാകാം. ഇനി മറ്റൊന്നുള്ളത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ പോലും ചെറിയ തോതിലെങ്കിലും ഇപ്പൊ മെയിൻ ഫ്ലോറിൽ താമസിക്കുന്നവർക്ക് ബാക്ക് യാർഡിലേക്ക് ആക്സസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവർ ബേസ്മെന്റ് ഇത്ര കൂടെ വേണം പോയി ഇറങ്ങാനായിട്ട്, അല്ലെങ്കിൽ ഡെക്കിൽ നിന്ന് നിങ്ങൾ ബാക്ക് യാർഡിലേക്ക് സ്റ്റെപ്പ് വഴി ആക്സസ് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഉണ്ടായിരിക്കണം ആക്സസ് ചെയ്യാനായിട്ട്. ഇൻ കേസ് നിങ്ങൾ ബേസ്മെന്റ് റെന്റിന് കൊടുത്തിരിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ബേസ്മെന്റിൽ കൂടെ പിന്നെ ബാക്ക് യാർഡിലേക്ക് പോകാൻ സാധിക്കില്ല. കാരണം അവരുടെ പ്രൈവസിയെ ബ്രീച്ച് ചെയ്യും. അപ്പോൾ പിന്നെ നിങ്ങൾക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഡെക്കിൽ നിന്നും ഒരു ലോങ് സ്റ്റെപ്പ് ബാക്ക് യാർഡിലേക്ക് കൊടുത്തിട്ട് അതുവഴി ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സം ടൈപ്പ് ഓഫ് സ്പെഷ്യാലിറ്റി ലോട്ട്സിനെ കുറിച്ചാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ബാക്കിംഗ് ഓൺ ടു പോണ്ട്, ബാക്കിംഗ് ഓൺ ടു റാവിൻ അല്ലെങ്കിൽ ഗ്രീൻ സ്പേസ്, അങ്ങനെയുള്ള ലോട്ടുകളെ കുറിച്ചാണ്. പ്രത്യേകിച്ച് നമ്മൾ അറിയാം ഒണ്ടാരിയോ അല്ലെങ്കിൽ ടൊറോണ്ടോ, വാൻകൂവർ പോലുള്ള സ്ഥലങ്ങളിൽ ഇതുപോലുള്ള ലോട്ട്സുകൾക്ക് ഹൈ പ്രൈസ് ആണ്. ആളുകൾക്ക് ഒത്തിരി താല്പര്യമുള്ള ലോട്ടുകളാണ്, പക്ഷേ ഹൈ പ്രൈസ് ആണ്, അഫോർഡബിലിറ്റി വളരെ കുറവാണ്. പക്ഷേ ഇപ്പോഴും ആൽബർട്ടയിൽ ഇതുപോലുള്ള ലോട്ടുകൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് അവൈലബിൾ ആണെന്നുള്ളതാണ്. അത്തരം ലോട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ലോട്ട് ബാക്കിംഗ് ഓൺ ടു പോണ്ട് എന്ന് പറയുന്നത്. പോണ്ട് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ പോണ്ട് ആയിരിക്കണം നിർബന്ധമില്ല. ഇവിടെ മിക്ക കമ്മ്യൂണിറ്റികളിലും സ്റ്റോം വാട്ടർ, മാൻമെയ്ഡ് സ്റ്റോം വാട്ടർ പോണ്ടുകളുണ്ട്. അപ്പം അതിന്റെ തീരത്ത് അല്ലെങ്കിൽ പോണ്ടിന്റെ തീരത്ത് ബാക്കിംഗ് ഓൺ ടു പോണ്ടുള്ള ലോട്ടുകൾക്ക് ഹൈ ഡിമാൻഡാണ്. മെയിൻ കാരണം എന്ന് പറയുന്നത് പ്രൈവസി ആണെന്ന്. ബാക്കിൽ ആരുമില്ല, നിങ്ങൾക്ക് ദർ ഇസ് നോ നെയ്ബർ ഓൺ ദ ബാക്ക്. സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് അതിന്റെ ബ്യൂട്ടി തന്നെയാണ്. ബാൽക്കണിയിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ബാൽക്കണിയിൽ ഡെക്കിൽ നിങ്ങൾ കസേരയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ യു ക്യാൻ വാച്ച് ദ ബ്യൂട്ടി ഓഫ് ദ പോണ്ട്. അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. ഇനി നമുക്ക് ബാക്കിംഗ് ഓൺ ടു ഗ്രീൻ സ്പേസ് നോക്കാം. ബാക്കിംഗ് ഓൺ ടു ഗ്രീൻ സ്പേസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ പല കാറ്റഗറി ഉണ്ട്. ബാക്കിംഗ് ഓൺ ടു ഗോൾഫ് കോഴ്സ് ഉണ്ട്, ബാക്കിംഗ് ഓൺ ടു റാവീൻ ഉണ്ട്, ബാക്കിംഗ് ഓൺ ടു സ്കൂൾ ഗ്രൗണ്ട് ഉണ്ട്, വാക്കിംഗ് ട്രെയിൽ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ തരത്തിലുള്ള ഗ്രീൻ സ്പേസുകളും നമുക്ക് ലഭിക്കും. പക്ഷേ ബാക്കിംഗ് ഓൺ ടു ഗോൾഫ് കോഴ്സ് എന്ന് പറയുമ്പോൾ ഗോൾഫ് കോഴ്സ് ആണ് ഗ്രീൻ സ്പേസ് ആണ്, പക്ഷേ യു മേ നോട്ട് ഹാവ് ആക്സസ് ടു ദ ഗോൾഫ് കോഴ്സ്. പക്ഷേ ബാക്കി എല്ലാ ഗ്രീൻ സ്പേസിലും സ്കൂൾ ഗ്രൗണ്ട് ആണെങ്കിലും ആഫ്റ്റർ സ്കൂൾ അവേഴ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് ആക്സസ് കിട്ടിയേക്കാം. പക്ഷേ വാക്കിംഗ് ട്രെയിൽ അല്ലെങ്കിൽ റാവീനിലൊക്കെ ദർ മേ ബി എ വാക്കിംഗ് ട്രെയിൽ ഫോർ ദ ഈവനിങ് വാക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കിട്ടും. പിന്നെ നോബഡി ഓൺ ദ ബാക്ക് ഓഫ് യുവർ ഹൗസ്, അതൊരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. ഇത്തരം ലോട്ടുകൾ ബാക്കിംഗ് ഓൺ ടു പോണ്ട് അല്ലെങ്കിൽ ബാക്കിംഗ് ഓൺ ടു ഗ്രീൻ സ്പേസുകൾ പ്രീമിയം ലോട്ടുകളാണ്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു പ്രൈസ് ലോട്ടിന് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ സം ഓഫ് ദീസ് ലോട്ട്സ് മേ ബി വാക്കൗട്ട് ലോട്ട്സ്. അപ്പോൾ ഗ്രീൻ സ്പേസിന്റെ അല്ലെങ്കിൽ പോണ്ടിന്റെ എക്സ്ട്രാ പ്രീമിയം മാത്രമല്ല, വാക്കൗട്ട് ലോട്ടിന്റെ പ്രീമിയം കൂടി നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. മറ്റൊരു കാര്യം, ഇതുപോലുള്ള ലോട്ടുകളിൽ പ്രൈവസി കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ ബയേഴ്സ് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് ഇതുപോലുള്ള ലോട്ടുകൾക്കാണ്. എന്റെ ടൊറന്റോയിലെ വാൻകൂവറുള്ള ക്ലയൻസ് ഒക്കെ ചിലപ്പോൾ ഇതുപോലുള്ള ലോട്ടുകൾ പ്രത്യേകമായിട്ട് ചോദിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ലോട്ടുകൾ അവിടെ കൂടുതൽ അഫോർഡബിൾ അല്ല, എന്നാൽ സ്റ്റില് ആൽബർട്ടയിൽ ഇത്തരം ലോട്ടുകൾ അഫോർഡബിൾ ആയിട്ട് നമുക്ക് ലഭിക്കും. അപ്പോൾ സ്പെഷ്യാലിറ്റി ലോട്ട്സിന് എപ്പോഴും സാധാരണ ലോട്ടുകളെക്കാളും ഒരു ചെറിയ പ്രീമിയം കൂടുതലുണ്ട്. Sometimes it may come 30,000 to 40,000 or 50,000 more than the regular lot, normal type of lots. ഇനി നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസും ഇത് ആരാണ് ഇത് വാങ്ങേണ്ടതെന്ന് നമുക്ക് നോക്കാം. മെയിൻ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാനുള്ളത് ഇതിന്റെ പ്രൈവസിയാണ്.
പുറകിൽ പാർക്കോ അല്ലെങ്കിൽ പോണ്ടോ റാവീനൊക്കെ വരുന്നതുകൊണ്ട് അൾട്ടിമേറ്റ് പ്രൈവസി നമുക്ക് ലഭിക്കും. മറ്റൊന്ന് ഇതിൻ്റെ സീനിക് ബ്യൂട്ടിയാണ്. പോണ്ട് വ്യൂ അല്ലെങ്കിൽ റാവീൻ വ്യൂ എന്ന് പറയുന്നത് വളരെ മനോഹരമായ കാഴ്ചയായിരിക്കും, പ്രത്യേകിച്ചും സമ്മറിലൊക്കെ. മറ്റൊന്നുള്ളത് ഇപ്പോൾ പ്രത്യേകിച്ചും പോണ്ടൊക്കെ ആണെങ്കിൽ ഒരു വാക്കിംഗ് ട്രെയിൽ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്ക് യാർഡിൽ നിന്ന് നേരിട്ട് വാക്കിംഗ് ട്രെയിലിലേക്ക് നമ്മുടെ ഒരു ഗേറ്റ് വഴി ഇറങ്ങാൻ സാധിക്കും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. മറ്റൊരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റീസെയിൽ വാല്യൂ തന്നെയാണ്. ഇതൊരു റയർ ടൈപ്പ് ഓഫ് ലോഡ്സ് ആയതുകൊണ്ട് റീസെയിൽ വാല്യൂ കൂടുതലാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് വിറ്റ് പോകാനുള്ള അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബാക്കിംഗ് ഓൺ ടു പോണ്ട് അല്ലെങ്കിൽ ഗ്രീൻ സ്പേസ് ഒക്കെ ആണെങ്കിൽ ബാക്ക് സൈഡ് ഓപ്പൺ ആയിരിക്കും, വളരെ ഓപ്പൺ ആണ്. അതുകൊണ്ട് നമ്മുടെ വീടിന് വളരെ ലൈറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. വെൽ ലിറ്റ് ആയിട്ടുള്ള വീട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇത്തരം സ്പെഷ്യാലിറ്റി ലോട്ടുകളിൽ വാക്കൗട്ട് ലോട്ട്സും ധാരാളം വരുന്നുണ്ട്. വാക്കൗട്ട് ബേസ്മെന്റിന്റെ എല്ലാ അഡ്വാൻറ്റേജസും നമുക്ക് ലഭിക്കും. ഇപ്പോൾ ഒരു എയർബിഎൻബിക്കൊക്കെ വാക്കൗട്ട് ബേസ്മെന്റ് വിത്ത് പോണ്ട് എന്നൊക്കെ പറയുമ്പോൾ മറ്റ് പ്രോപ്പർട്ടികളെക്കാളും ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ലഭിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈപ്പ് ലോട്ട്സ് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ആളല്ലെങ്കിൽ ഇത്തരം ലോട്ടുകളിലേക്ക് നിങ്ങൾക്ക് തിങ്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ മെയിൻ ഡിസഡ്വാൻറ്റേജ് പ്രൈസ് തന്നെയാണ്. വാക്കൗട്ട് ലോട്ട് അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി ലോട്ട്സിനുള്ള പ്രൈസ് കൊടുക്കണം. പ്ലസ് അതിൽ പണിയുന്ന വീടുകൾക്കും അതുപോലെ പ്രീമിയം റേറ്റ് ഉണ്ടാവും. അപ്പോൾ അത് രണ്ടിനുമുള്ള പ്രീമിയം നമ്മൾ കൊടുക്കുന്നുണ്ട്, പ്രൈസ് കൂടുതലായിരിക്കും. മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത് അതിൽ ബാക്കിലുള്ള ഫെൻസ് മിക്കവാറും ഡെവലപ്പർ ആയിരിക്കും സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ഏരിയയിൽ അല്ലെങ്കിൽ ആ റൗണ്ടിലുള്ള വീടുകൾക്കെല്ലാം സെയിം ഫെൻസ്, അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുകയില്ല. അത് ഡെവലപ്പർ തരുന്ന ഫെൻസേ നമുക്ക് വെക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ബാക്ക് പോണ്ടോ അല്ലെങ്കിൽ റാവിനോ ഒക്കെ ആണെങ്കിൽ മോസ്കിറ്റോസ് ഇൻസെക്റ്റ് ഒക്കെ കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനൊക്കെ വളരെ സെൻസിറ്റീവ് ആണെങ്കിൽ അത് നിങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്കൊരു കൺസേൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈപ്പ് ലോഡ്സുകൾ അല്ലെങ്കിൽ വീടുകൾ ഒഴിവാക്കാവുന്നതാണ്. ഇനി നമുക്ക് കള്ളിസാക്ക് ലോട്ടുകളെ കുറിച്ച് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു സെമി സർക്കിൾ അല്ലെങ്കിൽ ഒരു ബാൾബ് ഷേപ്പ്ഡ് റോഡ് വന്ന് അതിൽ ചുറ്റും വീടുകൾ വരുന്നതാണ് നമ്മൾ കള്ളിസാക്ക് വീടുകൾ അല്ലെങ്കിൽ കള്ളിസാക്ക് ലോട്ടുകൾ എന്ന് പറയുന്നത്. കള്ളിസാക്ക് ലോട്ടുകളുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഇറഗുലർ ഷേപ്പ് ലോട്ടുകളായിരിക്കും അതിനകത്ത് വരുന്നത്. മെയിൻലി ഫ്രണ്ടിൽ വീതി കുറഞ്ഞിട്ട് ബാക്കിലേക്ക് വീതി കൂടി വരുന്ന പൈ ഷേപ്പ്ഡ് ലോട്ടുകളായിരിക്കും മിക്കവാറും ഉള്ള കള്ളിസാക്കുള്ള ലോട്ടുകളെല്ലാം തന്നെ. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബിഗർ ബാക്ക് യാർഡ് ലഭിക്കും. കള്ളിസാക്കുള്ള ലോട്ടുകളെല്ലാം തന്നെ മിക്കവാറും ബിഗർ ലോട്ടുകളായിരിക്കും. അപ്പോൾ ബിഗർ ബാക്ക് യാർഡ് വേണമെന്നുള്ളവർ അല്ലെങ്കിൽ ബാക്ക് യാർഡിൽ കൂടുതൽ പ്ലേ ചെയ്യുന്ന ആൾക്കാരെ, കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ കള്ളിസാക്ക് ലോട്ടുകൾക്ക് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ത്രൂ ട്രാഫിക് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആ റോഡിലേക്കുള്ള വീടുകളിലുള്ള ട്രാഫിക്കുകൾ മാത്രമേ അങ്ങോട്ട് വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ സേഫ് ആയിരിക്കും, വണ്ടികൾ വളരെ കുറച്ചായിരിക്കും വരുന്നത്. മറ്റൊന്നുള്ളത് കള്ളിസാക്ക് ലോട്ടുകളാണെങ്കിൽ അവിടെ വാക്ക് വേ ചില കള്ളിസാക്ക് ലോട്ടുകൾക്ക് ഉണ്ടാവില്ല. അത് ഒരു കണക്കിന് പറഞ്ഞാൽ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും ആണ്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്നോ റിമൂവൽ ആവശ്യമില്ല, അവിടെ വാക്ക് വേ ഇല്ലാത്തതുകൊണ്ട് സ്നോ റിമൂവലിന്റെ ആവശ്യമില്ല. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിലൊന്ന് വിന്ററിലൊക്കെ ടൈമുകൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു വാക്ക് വേ ഇല്ല, പകരം നമ്മൾ റോഡിലേക്ക് ഇറങ്ങി നടക്കേണ്ടി വരും. നിങ്ങൾക്കറിയാം റെസിഡൻഷ്യൽ റോഡുകളിൽ സ്നോ ക്ലിയറിംഗ് ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ സൈഡ് വാക്ക് വേ ഇല്ലെങ്കിൽ റോഡിൽ ഇറങ്ങി നടക്കുമ്പോൾ ഐസൊക്കെ ആയിരിക്കും, അപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ കള്ളിസാക്ക് ലോട്ടുകളിൽ ഞാൻ പറഞ്ഞു ഫ്രണ്ടിൽ വീതി കുറവായിരിക്കും. അപ്പോൾ ഡ്രൈവ് വേ ഫ്രണ്ടിൽ ചെറുതായിരിക്കും. ചില വീടുകൾക്ക് ചില ലോട്ടുകൾക്കെങ്കിലും ഡ്രൈവ് വേ തുടങ്ങുന്നിടത്ത് വീതി കുറവ്, ഡ്രൈവ് വേയുടെ എൻഡ് ടുവേഴ്സ് ദ എൻഡ് നിങ്ങൾക്ക് 2 വണ്ടി പാർക്ക് ചെയ്യാൻ സാധിച്ചേക്കും. പക്ഷേ ബിഗിനിങ്ങിൽ 2 വണ്ടി പാരലായിട്ട് പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പല കള്ളിസാക്ക് ലോട്ടുകളിലും. മറ്റൊരു കാര്യമുള്ളത് ബാക്ക് യാർഡ് വളരെ ഹ്യൂജ് ആയിരിക്കും നമ്മൾ പറഞ്ഞു. അപ്പോൾ ചിലർ ഹ്യൂജ് ബാക്ക് യാർഡ് ഇഷ്ടപ്പെടാത്തവരൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതുപോലെ തന്നെയാണ് കള്ളിസാക്ക് ലോട്ടുകളിൽ അല്ലെങ്കിൽ കള്ളിസാക്ക് റോഡിൽ ഗസ്റ്റ് പാർക്കിംഗ് കള്ളിസാക്ക് റോഡുകളിൽ ഇച്ചിരി ട്രിക്കിയാണ്. കാരണം ഫ്രണ്ട് യാർഡിന് വീതി കുറവും വീടുകൾ അടുത്തടുത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഇൻ ബിറ്റ്വീൻ രണ്ട് യാർഡുകൾക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഇടം ഉണ്ടാവില്ല. അപ്പോൾ എക്സ്ട്രാ പാർക്കിംഗ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ അഡ്വാൻറ്റേജസ് ഒക്കെ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കള്ളിസാക്ക് ലോട്ടുകൾ നോക്കാവുന്നതാണ്. പ്രത്യേകിച്ചും ബിഗർ ബാക്ക് യാർഡ് നോക്കുന്നവർക്ക് ഇതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും. എന്നാൽ പാർക്കിംഗ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് പോകുന്നവർക്ക് കള്ളിസാക്ക് ലോട്ടുകൾ ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചില കള്ളിസാക്ക് ലോട്ടുകളിൽ ബിക്കോസ് ഓഫ് ബിഗർ ബാക്ക് യാർഡ് ചില ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ ബിൽഡേഴ്സ് കൂടുതൽ ലോട്ടിന് കൂടുതൽ പ്രൈസ് ഈടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ലോട്ടിന്റെ ഓറിയന്റേഷൻ അനുസരിച്ച് പലതരത്തിലുള്ള ലോട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ലോട്ടിന്റെ ഓറിയന്റേഷൻ അനുസരിച്ച് സൗത്ത് ബാക്കിംഗ്, നോർത്ത് ബാക്കിംഗ്, ഈസ്റ്റ് വെസ്റ്റ് ബാക്കിങ്ങുകളായിട്ടുള്ള ലോട്ടുകൾ ലഭ്യമായിരിക്കും. ഇപ്പോൾ സൗത്ത് ബാക്കിംഗ് ലോട്ട് എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് യാർഡ് സൗത്തിലേക്കായിരിക്കും ഫേസ് ചെയ്യുന്നത്. ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് സൗത്ത് ബാക്കിങ്ങിലാണ്. ഇത്തരത്തിലുള്ള ലോട്ടുകളെ കുറിച്ചുള്ള പ്രത്യേകതകൾ ഞാൻ ഇതിന്റെ ഒരു മുൻ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിന്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്കത് പോയി നോക്കാവുന്നതാണ്. സൗത്ത് ബാക്കിംഗ് ലോട്ടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൺലൈറ്റ് ലഭിക്കുന്നത് സൗത്ത് ബാക്കിങ്ങില്ല. കാരണം നമുക്കറിയാം നമ്മുടെ ആൽബർട്ടയുടെ ഒരു ജിയോഗ്രഫി അനുസരിച്ച് നമ്മൾ നോർത്ത് പോളിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് സൗത്ത് സൈഡിലാണ് കൂടുതൽ സൺലൈറ്റ് കിട്ടുന്നത്. നമ്മുടെ വീടുകളിലേക്ക് കൂടുതൽ വിൻഡോസും ഫേസ് ചെയ്യുന്നത് ബാക്ക് യാർഡിലേക്കാണ്, അല്ലെങ്കിൽ വീടിന്റെ ബാക്ക് സൈഡിലാണ് കൂടുതൽ വിൻഡോസ്. അപ്പോൾ സൗത്ത് ബാക്കിംഗ് ആയിട്ടുള്ള ഒരു ലോട്ടാണെങ്കിൽ കൂടുതൽ ലൈറ്റ് നമ്മുടെ വീട്ടിലേക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്.
അതുപോലെ തന്നെ മറ്റൊരു അഡ്വാൻറ്റേജസ് ആണ് സൺലൈറ്റ് കൂടുതൽ കിട്ടുന്നതുകൊണ്ട് ബാക്ക് യാർഡിൽ മഞ്ഞൊക്കെ പെട്ടെന്ന് ഉരുകും. ഇൻ കേസ് നിങ്ങളുടെ വീടിന്റെ വിൻഡോസ് കൂടുതലും ഫ്രണ്ടിലാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സൺലൈറ്റ് ആവശ്യമുള്ള ഒരു വീടാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ നോർത്ത് ബാക്കിംഗ് ആയിട്ട് ലോട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം സൗത്ത് ഫ്രണ്ട് ആകുക അന്നേരം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ലൈറ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് ഫ്രണ്ടിലുള്ള വിൻഡോ വഴി ലഭിക്കും. അതുപോലെ നിങ്ങൾ ഗാർഡനിങ് ഒക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ സൗത്ത് ബാക്കിംഗ് ലോട്ട് കൂടുതൽ നല്ലതായിരിക്കും. കാരണം കൂടുതൽ സൺലൈറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഇൻഡോറിൽ പ്ലാന്റ് വളർത്തുന്ന ധാരാളം ആൾക്കാരുണ്ട്, കറി ലീവ്സ് ഒക്കെ വളർത്തുന്നവരുണ്ട്. അപ്പോൾ സൗത്ത് ബാക്കിംഗ് ആയിട്ടുള്ള ലോട്ടിൽ ബാക്കിൽ കൂടുതൽ വിൻഡോസ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ലൈറ്റ് അകത്തേക്ക് ഇടുന്നതുകൊണ്ട് ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ എക്സ്ട്രാ ലൈറ്റ് ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ ഇൻഡോർ പ്ലാന്റ്സ് വളരും. ഇനി നിങ്ങൾ ഈവനിങ്ങിൽ കൂടുതൽ സൺലൈറ്റ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, പ്രത്യേകിച്ച് സമ്മറിൽ ബാർബിക്യൂ ഒക്കെ ചെയ്യാനായിട്ട് ഈവനിങ് ലൈറ്റ് കൂടുതൽ ലഭിക്കുന്ന ഇഷ്ടമാണെങ്കിൽ വെസ്റ്റ് ഫേസിംഗ് ബാക്ക് യാർഡ് എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈവനിങ് ആകുമ്പോഴത്തേക്കും വെസ്റ്റ് ഫേസിംഗ് ബാക്ക് യാർഡിലേക്ക് കൂടുതൽ ലൈറ്റ് ലഭിക്കും. അതുപോലെ തന്നെ സൗത്ത് ഫേസിംഗ് ബാക്ക് യാർഡിൽ ലൈറ്റ് ധാരാളം ലഭിക്കുന്നതുകൊണ്ട് തന്നെ ഹോട്ട് സമ്മർ ഡേയ്സിൽ വളരെ ചൂടായിരിക്കും വീടിനുള്ളിൽ. അപ്പോൾ കൂളിങ്ങിന് എക്സ്ട്രാ കോസ്റ്റ് വേണ്ടി വന്നേക്കാം. അതുപോലെ ഈ വിന്റർ ടൈമിൽ നിങ്ങൾ നോർത്ത് ഫേസിംഗ് ബാക്ക് യാർഡ് മീൻസ് നോർത്ത് ഫേസിംഗ് ആണ് നിങ്ങൾ ഡ്രൈവ് എങ്കിൽ, അതായത് ഫ്രണ്ട് നോർത്ത് സൈഡിലോട്ടാണ് ഫേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഡ്രൈവ് ഫ്രണ്ടിലാണെങ്കിൽ ഐസൊക്കെ വിന്റർ ടൈമിൽ ഐസ് ഉരുകാൻ വളരെ സ്ലോലി ആയിരിക്കും. അപ്പോൾ അത് നോർത്ത് ഫേസിംഗ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സൗത്ത് ഫ്രണ്ടേ ആണ് നല്ലത്. കാരണം ലൈറ്റ് കൂടുതൽ ലഭിക്കുന്നതുകൊണ്ട് ഐസൊക്കെ പെട്ടെന്ന് ഉരുകാനുള്ള ചാൻസസ് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഓരോ ഫേസിംഗ് ആയിട്ടുള്ള ലോട്ടിനും അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. നിങ്ങൾക്ക് ഏതാണ് പ്രത്യേകമായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അതിനോടനുസരിച്ചുള്ള ലോട്ട് ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ലോട്ട് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. ഒന്ന്, 200 ആമ്പർ ലോട്ട്. നമ്മുടെ സാധാരണ റെസിഡൻഷ്യൽ ആംബിയർ ലഭിക്കുന്നത് അല്ലെങ്കിൽ പവർ ലഭിക്കുന്നത് 100 ആമ്പാണ്. ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്ന് തോന്നുവാണെങ്കിൽ ആ വീഡിയോ വിസിറ്റ് ചെയ്യാവുന്നതാണ്. എന്നാലും ചുരുക്കി പറയാം, 100 ആമ്പിൽ കൂടുതലുള്ള 125, 150, 200 ആമ്പ് ഉള്ള റെസിഡൻഷ്യൽ ലോട്ടുകൾക്ക് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പവർ ഹംഗറി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. ഉദാഹരണത്തിന് ബേസ് 1 ലീഗൽ സൂട്ട്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ വെഹിക്കിളിന്റെ ചാർജർ, അല്ലെങ്കിൽ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യണം. അങ്ങനെയുള്ള ആവശ്യങ്ങളിൽ കൂടുതൽ പവർ ആവശ്യമായി വന്നേക്കാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഓൾറെഡി നമ്മുടെ ലോട്ടിൽ 200 ആമ്പ് അല്ലെങ്കിൽ എബവ് 100 ആമ്പ് ഉള്ള ഒരു പവർ ലഭ്യമാണെങ്കിൽ നമ്മൾ അതിനുവേണ്ടി എക്സ്ട്രാ ഒരു പവർ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. അപ്പോൾ അത് നമുക്ക് ഫ്യൂച്ചറിൽ ഒരു അഡ്വാൻറ്റേജ് ആയി തീർന്നേക്കാം. ഇനി മറ്റൊരു ടൈപ്പ് ഓഫ് ലോട്ടാണ് ഫൈബർ റെഡി ലോട്ടുകൾ. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലോട്ടിൽ തന്നെ ഫൈബർ ഓൾറെഡി അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഫൈബർ ഓപ്റ്റിക്സ് അവൈലബിൾ ആയിട്ടുള്ള ലോട്ടുകളാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാകും ഇന്റർനെറ്റ് കമ്പനികളിലൊക്കെ 1 Gbps അവൈലബിൾ സ്പീഡ് കിട്ടുന്ന നെറ്റുകൾ എന്നൊക്കെ ഇന്റർനെറ്റ് എന്ന് പറയാറുണ്ടാവും. എന്ന് പറഞ്ഞാൽ അവർ നോർമലി ഉദ്ദേശിക്കുന്നത് 1 Gbps ഡൗൺലോഡ് സ്പീഡാണ്. അപ്ലോഡിന് അത്രയും സ്പീഡ് കിട്ടണമെന്നില്ല നോർമൽ കൺവെൻഷണൽ കേബിൾ വെച്ചുള്ള ഇന്റർനെറ്റിൽ. അതേസമയം ഫൈബർ റെഡി അല്ലെങ്കിൽ എൻഡ് ടു എൻഡ് ഫൈബർ റെഡി ആയിട്ടുള്ള ഒരു വീട്ടിലാണെങ്കിൽ അപ്ലോഡിങ്ങിനും ഡൗൺലോഡിങ്ങിനും ഈ പറയുന്ന 1 Gbps ആയിട്ടുള്ള ഇന്റർനെറ്റ് സ്പീഡ് ലഭിക്കും. അപ്പോൾ ധാരാളം ആൾക്കാർ ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവർ, വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഇത് വളരെ സഹായകരമായിരിക്കും. ഇനി നമ്മൾ ലോട്ട് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ മറ്റു ചില ചെറിയ പോയിന്റുകളാണ്. ഒന്നാമതായിട്ട് ഫയർ ഹൈഡ്രന്റ്. ഇപ്പം നമ്മുടെ വീടിന് മുന്നിൽ ഒരു ഫയർ ഹൈഡ്രന്റ് ഉണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ അഡ്വാൻറ്റേജും മറ്റു ചില കാര്യങ്ങൾ ഡിസഡ്വാൻറ്റേജസും ആണ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമുക്കൊരു ഗസ്റ്റ് പാർക്കിംഗ് മിസ്സാവും. എന്നാൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻഷുറൻസിൽ ചെറിയ എമൗണ്ട് കുറവുണ്ടാകും ഫയർ ഹൈഡ്രന്റ് തൊട്ട് മുമ്പിലുള്ളതുകൊണ്ട്. മറ്റു ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമറാണ്. നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലെ ട്രാൻസ്ഫോമർ ഒക്കെ ഉണ്ടെങ്കിൽ ചില ആളുകളെങ്കിലും അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാറുണ്ട്. അതുപോലെ നമ്മൾ പുതിയ ലോട്ടുകൾ അല്ലെങ്കിൽ പുതിയ കമ്മ്യൂണിറ്റികളിൽ പോയി ലോട്ട് വാങ്ങിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ലോട്ടിന്റെ ബാക്കിൽ മറ്റൊന്നും ഉണ്ടായിരിക്കില്ല നിലവിൽ. എന്നാൽ ചിലപ്പോൾ empty ഫീൽഡൊക്കെ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കില്ല എന്താണ് ആ ലോട്ടിന്റെ ബാക്കിൽ വരിക എന്നുള്ളത്. അപ്പോൾ അത് അവിടെ എന്താണ് വരാൻ സാധ്യതയെന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. ഒരു എക്സ്പീരിയൻസ്ഡ് റിയൽറ്ററുടെ ഹെൽപ്പ് ഈ കാര്യത്തിൽ വളരെ നല്ലതായിരിക്കും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ലോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ലോട്ടിന്റെ ഗ്രേഡിംഗ് ആണ്. ലോട്ടിന്റെ ഗ്രേഡിംഗ് പറയുമ്പോൾ നമ്മൾ വാട്ടർ എപ്പോഴും റൺ അവേ ഫ്രം ദ ഹൗസ് അങ്ങനെയുള്ള ലോട്ടുകളാണ് വളരെ നല്ലത്. കാരണം വെച്ചാൽ വാട്ടർ ബേസ് നമ്മൾ വീടിന്റെ ടുവേഴ്സ് വീട് ആണ് റൺ ചെയ്യുന്നതെങ്കിൽ ബേസ്മെന്റിലേക്കൊക്കെ വെള്ളം വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. എന്നാൽ പ്രോപ്പർ ഗ്രേഡിംഗ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. എന്നാൽ പോലും അല്ലാത്തൊരു നോർമൽ ലോട്ട് ലഭിക്കുകയാണെങ്കിൽ അത് വളരെ അഡ്വാൻറ്റേജ് ആണ്. ഇൻ സമ്മറി നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് പലതരത്തിലുള്ള ലോട്ടുകളെ കുറിച്ച് കണ്ടു, അതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജും കണ്ടു, ആരാണ് വീട്ടിൽ ലോട്ടുകൾ വാങ്ങിക്കേണ്ടത് അല്ലെങ്കിൽ ആർക്കാണ് വാങ്ങിക്കേണ്ടാത്തതെന്ന് കണ്ടു. ഇതുപോലെ പല കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇതെന്നാൽ ഈ എല്ലാ കാര്യങ്ങളും ഒരു ലോട്ടിൽ വരണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ലോട്ടുകൾ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഏരിയയ്ക്ക് അനുസരിച്ച് കുറേ ഇൻസൈറ്റ്സുകൾ ഇനിയും വന്നേക്കാം. ഉദാഹരണത്തിന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു റെയിൽവേ ലൈൻ വരുന്നുണ്ടോ, അല്ലെങ്കിൽ പവർ ലൈൻസ് വരുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ്ഡ് റിയൽറ്ററിന്റെ സഹായം തരാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആഗ്രഹിക്കുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇനി ഇതുപോലുള്ള വീഡിയോകളുമായി ഇനിയും കാണാം. വീണ്ടും കാണും വരെ ബൈ.